സൈബറിടത്തിൽ പെൺകുട്ടികളെ അപമാനിക്കാനാണ് നീക്കമെങ്കിൽ സൈബറിടത്തിൽ മാത്രമായിരിക്കില്ല മറുപടി കിട്ടുക. പൊതു ഇടങ്ങളിലും ഡിവൈഎഫ്ഐ ശക്തമായി ഇത്തരം ആളുകളെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് പരാതി കൊടുക്കുന്ന ഇരകളെ, പെൺകുട്ടികളെ, ഇതിനകത്ത് അഭിപ്രായം പറയുന്ന ആളുകളെ സൈബറിടത്തിലോ മറ്റ് പൊതു ഇടത്തിലോ അപമാനിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ പ്രതിരോധം അവരുടെ വീട്ടുമുറ്റത്തുൾപ്പെടെ നടത്താൻ ഡിവൈഎഫ്ഐ തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പിന്നെ ശ്രീലേഖ IPS ആണല്ലോ നേരത്തെ കേരളത്തിലെ പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ ഇടപെട്ടത്. അതിനകത്ത് പറഞ്ഞ അഭിപ്രായമെല്ലാം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അപ്പോൾ BJPയുടെ അഭ്യർത്ഥന മാനിച്ച് BJP നേതാക്കന്മാരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണോ ഈ സൈക്കോപാത്തിനെ സംരക്ഷിക്കാൻ ശ്രീലേഖ IPS പ്രസ്താവന നടത്തിയത് എന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. എന്ത് താല്പര്യമാണ് ശ്രീലേഖ IPSന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ? ഈ അതിജീവിതരുടെ കൂടെ നിൽക്കുകയല്ലേ ഈ മുതിർന്ന IPS ഓഫീസർമാരൊക്കെ ചെയ്യേണ്ടത്? അതിന് പകരം അവർ ഫേസ്ബുക്കിൽ വഴി ചോദിച്ച ചോദ്യം അങ്ങേയറ്റം മോശമായി പോയി. അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്. അത് കേരളീയ പൊതുസമൂഹത്തിന് അപമാനകരമായ ചോദ്യമായി പോയി. അതുകൊണ്ട് പലവിധ ഭീഷണികൾ കൊണ്ട് പല ഇരകളും രംഗത്ത് വരാൻ നേരത്തെ കഴിഞ്ഞിട്ടില്ല. പതുക്കെ രംഗത്ത് വരുന്ന ഇരകളെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ചേർത്ത് പിടിക്കുന്നതിന് പകരം ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും അവരെ പിൻവലിപ്പിക്കാനാണ് നീക്കമെങ്കിൽ ശക്തമായ പ്രതിരോധം ഡിവൈഎഫ്ഐ തീർക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അല്ല, CPM സൃഷ്ടിച്ച ഇരയാണോ എന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമല്ലേ. CPMന് അങ്ങനെ ഒരു ഇരയെ സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ സമഗ്രമായ വികസനമാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് CPM ചർച്ച ചെയ്യുന്നത്. ആ വികസനത്തിൻ്റെ ചർച്ചയിൽ നിന്ന് ഒരു തലത്തിലും ചർച്ച വഴിമാറ്റിവിടാൻ CPIM ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ കൃത്യമായ വികസന പ്രശ്നങ്ങൾ, കേരളത്തെ ഒരു നവകേരളമാക്കി മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് ഭംഗിയായി ഇലക്ഷൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് CPIM. CPIMന് ഇമാതിരി ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യേണ്ട കാര്യമില്ല. ഇത് ആരോപണമല്ല. ഇങ്ങനെ പറയുന്ന ആളുകൾ ഒന്നിക്കൽ അന്ധരോ ബധിരരോ ആയിരിക്കും. അല്ലാതെ നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അന്ധർക്കും ബധിരർക്കും വരെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, അവർക്ക് വരെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേട്ടില്ല, ഇതൊന്നും കണ്ടില്ല, ഇത് ജനങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് ഇവർ ഈ നിലയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഡിജിറ്റൽ തെളിവുകളാണ്. ഈ തെളിവുകൾ നിങ്ങൾ പരിശോധിക്കുക. ഇന്നലെ വരെ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയുണ്ടല്ലോ, അയാൾ പറഞ്ഞിട്ടില്ല ഇതെൻ്റെ ശബ്ദമല്ല എന്ന്. ഇതെനിക്കെതിരായിട്ടുള്ള ഒരു വ്യാജമായ ഓഡിയോ വീഡിയോ സന്ദേശമാണെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ചില ആളുകൾ വന്നിട്ട് ഇത് CPMൻ്റെ കളിയാണെന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ആദ്യം അങ്ങനെ പറയുന്ന അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യം അവർ രാഹുലിനെ കൂട്ടിയിരുത്തി ഒരു വക്കീൽ ഓഫീസിൽ പോയി അയാൾക്കെതിരായി വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു കേസ് ഫയൽ ചെയ്യുക വേണ്ടത്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം പേരിൽ കേസെടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് ഈ വാർത്തകളൊക്കെ പുറത്തുവിട്ടത്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഉത്തരവാദിത്വമില്ലേ? അപ്പോൾ ആ ചോദ്യം നിങ്ങൾക്കും ബാധകമാണ്. കാരണം നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയൊരു വീഡിയോ ആണ്, ദൃശ്യമാണ്, കഥയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇമാതിരി ഈ ചോദ്യങ്ങൾ കൊണ്ടൊന്നും ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന കാര്യം ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും രാഹുൽ ഇനി ഒരു നിമിഷം പോലും ഒരു നിയമസഭാ അംഗമായി തുടരാൻ പാടില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലെമ്പാടും ഞങ്ങൾ നടത്തും. ഇതിലെ സുധാകരന്റെ മറുപടിയാണ് വിചിത്രം. പുതിയ ഓഡിയോ ക്ലിപ്പ് വന്ന സമയത്ത് സുധാകരൻ പറഞ്ഞത് ഈ വിഷയത്തെ പറ്റി അന്വേഷിച്ചു, പക്ഷേ രാഹുൽ തെറ്റുകാരനല്ല, പരാതി കൊടുക്കുന്നതിന്റെ ഒരു ദിവസം അല്ല. ഈ അതിൽ കാര്യം എന്താ വെച്ചാൽ ഈ VD സതീശൻ പല ഘട്ടങ്ങളിൽ പറയുന്നത് ഞങ്ങൾ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് എന്നാണ്. അപ്പോൾ സുധാകരൻ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാവല്ലേ? സുധാകരൻ ഏതോ നാട്ടിൽ നിന്ന് വന്ന് ഇന്നലെ നിലാത്തിറക്കിയ കോഴി എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം കോൺഗ്രസ്സുകാർ തന്നെ തിരുത്തേണ്ടതാണ്. കാരണം എന്താണ് പറയുന്നത്? പിന്നെ സുധാകരനെ പോലുള്ള ആളുകളുടെ നാവിൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഇരകൾക്ക് അനുകൂലമായി എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സൂര്യനെല്ലിയിലെ സംഭവം നടന്നപ്പോൾ സുധാകരൻ്റെ പ്രസ്താവന എന്തായിരുന്നു? പല കേസുകളിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ സുധാകരൻ എല്ലാ കാലത്തും സ്ത്രീവിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്.
അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഒരു പെർവർട്ടനെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം അയാൾക്കുണ്ടാവും. അവരുടെ പാർട്ടി അത് ഏൽപ്പിച്ചിട്ടുണ്ടാവും. സുധാകരൻ ഒറ്റക്ക് പറഞ്ഞായിരിക്കില്ല, അതൊക്കെ പറഞ്ഞ് പറയിപ്പിക്കുന്നതാണ്.